വീട്ടിലേക്കൊന്ന് വിളിച്ചാലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ദേ വന്ന് ബെല്ലടിക്കുന്നു എൻ്റെ അച്ഛൻ. മാതള നാരങ്ങയും കൊണ്ടാണ് ഇത്തവണ അച്ഛൻ വന്നത്. അച്ഛൻ വരുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഈ നാരങ്ങ ഗണപതി ഹോമത്തിലും സദ്യക്ക് നാരങ്ങ കറിയലായിട്ട് ഉപയോഗിക്കലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാതള നാരങ്ങ കറി അഥവാ നാരങ്ങ അച്ചാറാണ്. അച്ഛൻ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് റിട്ടയർഡായ ആളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ അച്ചാറാക്കിക്കോ, ഞാൻ വീഡിയോ എടുക്കാം. നാരങ്ങ ആദ്യം തന്നെ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിടാൻ വേണ്ടി. എൻ്റെ വീട്ടിലാണെങ്കിൽ മാതള നാരങ്ങയുടെ കുറേ തൈകളുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് അച്ഛൻ കോഫി ഹൗസിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ കുരു കൊണ്ടുവന്ന് നട്ടിരുന്നു. ഇത്രയും വർഷമായിട്ട് ഒരുപാട് നാരങ്ങ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൈസക്ക് ഞങ്ങൾ കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. നാരങ്ങ മുറിച്ചിടുന്ന സമയം കൊണ്ട് കുറച്ച് പുളിയും വെള്ളത്തിൽ പൊതിർത്ത് വെക്കണം. ഒരു പാത്രമെടുത്ത് അതിലേക്ക് പുളിവെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. തിളച്ചതിന് ശേഷം ഈ മുറിച്ചിട്ട കഷ്ണങ്ങളുണ്ടല്ലോ നാരങ്ങേൻ്റെ, അപ്പോൾ അതെല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഇടണം കേട്ടോ. അതിനകത്ത് ഇട്ടതിന് ശേഷം അതിലേക്ക് ചൂടാക്കിയ പറങ്കിപ്പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും ആവശ്യത്തിന് ഉപ്പും ഇടണം കേട്ടോ. ഞാനിവിടെ ഇതിൻ്റെ അളവ് എന്താ പറയാത്തതെന്ന് വെച്ചാൽ ഓരോ ആൾക്കാർക്കും ഓരോ സൈസിലുള്ള നാരങ്ങയൊക്കെയാണല്ലോ കിട്ടുക. അപ്പോൾ എനിക്ക് കിട്ടിയ അത്യാവശ്യം വലിപ്പമുള്ള നാരങ്ങയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ആവശ്യത്തിന് എന്ന് പറഞ്ഞത്. ഇതുപോലെ അത്യാവശ്യം കുറുകി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും വെല്ലവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് വറുത്തിടാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ വളരെ സിമ്പിളായ അച്ചാറാണ് കേട്ടോ ഇത്. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും.